ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോറൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, വാലിട്ടാൽ അലിഞ്ഞു പോവുകയെ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒരു കപ്പ് ചോറെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദ ആട്ടോ. ഇനി ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. നമുക്ക് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഗോതമ്പ് പൊടിയോ മൈദ ആയാലും പ്രശ്നമൊന്നുമില്ല, രണ്ടും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം കേട്ടോ. നമ്മളിപ്പം ഈ ഒരു ചോറും നമ്മൾ മൈദയൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിൽ തന്നെയാണ് 1/4 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കോഴിമുട്ടയും കൂടി എടുക്കാം കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടിച്ചെടുക്കുന്ന സമയത്താട്ട് നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി അടിച്ചെടുത്തതിന് ശേഷം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണും പഞ്ചസാര ചേർക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇപ്പം നമ്മൾ മൈദയുടെയും ചോറിൻ്റെയും മുട്ടയുടെ ഒക്കെ ആയിട്ടുള്ള മിക്സാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടാനേ പാടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളെ മാവ് ആകെ ലൂസായിപ്പോവും, നമുക്കിത് വിചാരിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ലേ. അപ്പോൾ നമ്മളിനി ഇതൊക്കെ മിക്സിയിൽ ഇട്ടതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആകാനേ പാടില്ല, വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെല്ലാം ഒരു പാകത്തിന് അങ്ങനെയാട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് ആകാനേ പാടില്ല കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഇളക്കുമ്പം തന്നെ അതൊന്നുകൂടി ഒന്ന് ലൂസായിട്ട് വന്നോളും. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായി അലിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നോറും ഇതങ്ങ് ലൂസായി പോവുകയും മാവ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. ഒരുപാട് സാധനങ്ങൾ ഒന്നുമില്ല, നമുക്ക് ബാക്കി വന്ന ചോറ് മാത്രം മതിയാവും ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് മൈദക്ക് പകരം ഈ ഒരു ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതാ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാവ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങ് ഒഴിച്ച് പരത്തി കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുക. നമ്മളെ മാവിൻ്റെ രീതി ഇതുപോലെ വേണം നമ്മളത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ വെള്ളം കുടിക്കഴിഞ്ഞാൽ നമ്മളിത് ഒഴിക്കുന്ന സമയത്തിന് അത് ആകെ അങ്ങ് പരന്ന് പോവും. അപ്പം വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളത് മാവ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കാം. ഒരു 10-20 സെക്കൻഡ് ആട്ടോ അടച്ച് വെക്കുന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ കളറൊക്കെ മാറിക്കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് പൊങ്ങി ഈ ഒരു ഭാഗത്തിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാതെ തന്നെ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരും. ഒന്നുകൂടി ഒന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നന്നായിട്ട് മാറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ആ ഒരു സമയം കൊണ്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അടിഭാഗം മുരിഞ്ഞ് മുകൾ ഭാഗം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാട്ടെന്ന് ചെയ്യാൻ നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കേക്ക് പോലെ ഉണ്ടാവും, പഞ്ഞി പോലെ ഉണ്ടാവട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിയൊന്നും ഇല്ലാതെ രാവിലെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള നമ്മളെ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.